പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേർ കണ്ടിന്യൂ ചെയ്യുന്നു. എസ്തേർ രാജ്ഞി പതുക്കെ എഴുന്നേറ്റ്, തോഴിയുടെ കയ്യിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് രാജാവിൻ്റെ സന്തോഷமான മുഖത്തേക്ക് നോക്കി. രാജാവ് തലോടിക്കൊണ്ട് ചോദിച്ചു, നിൻ്റെ ആവശ്യം പറയൂ, എന്താണെങ്കിലും ഞാനത് സാധിച്ചു തരും. രാജ്ഞി, ഞാനിന്ന് ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിന് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് അനുവാദമില്ലാതെ രാജസന്നിധിയിലേക്ക് വന്നത്, രാജാവിൻ്റെ അടുക്കൽ വന്നത്. അത് രാജാവും ഹാമാനും വരണം. രാജാവ് സമ്മതിച്ചു അതിനെ. രാജാവ് അപ്പോൾ തന്നെ സേവകനോട് കൽപ്പിച്ചു, ഹാമാനെ വിളിച്ചു വരുത്തുക, എസ്തേർ രാജ്ഞിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഹാമാൻ വന്നു. അന്തഃപുരത്തിൽ രാജ്ഞി ഒരുക്കിയ വിരുന്നിൽ രാജാവും ഹാമാനും രാജ്ഞിയും മാത്രം. രാജാവ് ഹാമാനും വിരുന്ന് ആസ്വദിച്ചു. വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാജ്ഞിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് രാജാവ് ചോദിച്ചു, നിൻ്റെ ആവശ്യം പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? രാജ്ഞി രാജാവിനോട് പറഞ്ഞു, ഞാൻ നാളെ ഒരു വിരുന്നും കൂടി ഒരുക്കുന്നുണ്ട്. അതിൽ രാജാവും ഹാമാനും വരണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ ഞാൻ അത് രാജാവിനോട് പറഞ്ഞോളാം. രാജാവ് അത് സമ്മതിച്ചു. ആ വിരുന്ന് കഴിഞ്ഞു. ഹാമാൻ തൻ്റെ സ്വഭവനത്തിലേക്ക് സന്തോഷപൂർവ്വം ആഹ്ലാദഭരിതനായിട്ട് പോയി. ആ പോകുന്ന വഴി മൊർദെഖായി, രാജകൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊർദെഖായി ഹാമാനെ കണ്ടിട്ട് എഴുന്നേക്കുകയോ ഒന്ന് അനങ്ങുകയോ പോലും ചെയ്തില്ല. ഹാമാന് അതൊരു അതൃപ്തിയായി, സന്തോഷക്കുറവായി, കോപം കൊണ്ട് ജ്വലിച്ചു. ഹാമാൻ നേരെ ഭവനത്തിലെത്തി. തനിക്ക് രാജാവ് തനിക്ക് പദവി നൽകിയതും ഉന്നത സ്ഥാനം നൽകിയതും എന്നതുപോലെ തന്നെ ഞാനും രാജാവും മാത്രമുള്ളപ്പോൾ ഒരു വിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ രാജ്ഞിയും എന്നെ സ്നേഹിക്കുന്നു. ഇത് സന്തോഷപൂർവ്വം തൻ്റെ ഭാര്യയോടും തൻ്റെ സ്നേഹിതരോടും ഹാമാൻ പറയുകയാണ്. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യം എന്നെ വല്ലാതെ എന്നെ കോപിപ്പിക്കുന്നു. മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദനുണ്ട്. അവൻ രാജകൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ ഇരുന്നു. എന്നെ കണ്ടപ്പോൾ ഒന്ന് അനങ്ങും പോലും ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല. എനിക്ക് അവനെ അതൊരു അതൃപ്തി. ഈ വിരുന്നെല്ലാം എനിക്ക് അതോടുകൂടി സന്തോഷം കെട്ടുപോയി. അപ്പോൾ ഹാമാൻ്റെ ഭാര്യയും സ്നേഹിതന്മാരും, ഹാമാൻ്റെ ഭാര്യയുടെ പേര് സേരഷ്, സ്നേഹിതന്മാരും കൂടി പറഞ്ഞു കൊടുത്തു, നാളെ നീ മൊർദെഖായിയെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് ഒരു 50 മുഴം ഉയരത്തിലുള്ള ഒരു തൂക്കുമരം ഉണ്ടാക്കി ഇന്ന് തന്നെ തയ്യാറാക്കുക. നാളെ രാവിലെ ചെന്നിട്ട് രാജാവിനോട് മൊർദെഖായിയെ തൂക്കാൻ വേണ്ടിയിട്ട് പറയുക. മൊർദെഖായിയെ തൂക്കിലേറ്റിയതിന് ശേഷം രാജ്ഞി രണ്ടാമത് ക്ഷണിച്ചിരിക്കുന്ന ആ വിരുന്നിൽ പങ്കുകൊള്ളുക. അപ്പോൾ നിനക്ക് ഈ സന്തോഷക്കുറവും അതൃപ്തിയൊന്നും ഉണ്ടാവുകയില്ല. ഹാമാന് അത് വലിയ സന്തോഷമായി. തൻ്റെ ഭാര്യയും സ്നേഹിതന്മാരും പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കഴുമരമുണ്ടാക്കി. അവൻ ഉറക്കമില്ല, അന്ന് രാത്രി ഉറങ്ങുന്നില്ല. ഈ സമയത്ത് രാജാവും രാജകൊട്ടാരത്തിൽ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞു കിടന്നു. മൊർദെഖായിയോ യഹൂദ ജനതയോടുള്ള ഒരു പക ഹാമാനുണ്ട്. അത് എങ്ങനെ, എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ ഒരു വെളിപാടുണ്ടാകുകയാണ്. ദിനവൃത്താന്ത പുസ്തകം എടുക്കാനായിട്ട് തൻ്റെ സേവകരോട് പറയുകയാണ്. സേവകർ പോയിട്ട് ദിനവൃത്താന്ത പുസ്തകം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ രാജാവിനെ രക്ഷിച്ച മൊർദെഖായിയെ കാണുകയാണ്. 2 ഷണ്ഡന്മാർ രാജാവിനെ വധിക്കുവാൻ വേണ്ടി എസ്തേർ രാജ്ഞിയെ തിരഞ്ഞെടുത്തപ്പോൾ, വാഷ്തി രാജ്ഞിയെ കളഞ്ഞപ്പോൾ, വാഷ്തി രാജ്ഞിയോട് കൂറുണ്ടായിരുന്ന 2 ഷണ്ഡന്മാർ രാജാവിനെ വധിക്കുവാൻ വേണ്ടി ആലോചിച്ച കാര്യം, അതിന് രക്ഷപ്പെടുത്തിയത് മൊർദെഖായിയാണ്. ഈ മൊർദെഖായിക്ക് എന്ത് സമ്മാനം കൊടുത്തു എന്ന് രാജാവ് ചിന്തിച്ചു. വേഗം രാജസേവകരോട് ചോദിച്ചു, യഹൂദനായ മൊർദെഖായിക്ക് എന്ത് സമ്മാനമാണ് ഞാൻ കൊടുത്തത്? ആ ഷണ്ഡന്മാരെ, എന്നെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞ ആ ഷണ്ഡന്മാരെ തൂക്കിലേറ്റിയപ്പോൾ മൊർദെഖായി കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്ത് സമ്മാനമാണ് അവർക്ക് കൊടുത്തത്? സേവകന്മാർ പറഞ്ഞു, മൊർദെഖായിക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, നിസ്സാരമായിട്ടുള്ള ഒരു സംഭവങ്ങളെ കൊടുത്തിട്ടുള്ളൂ, കൂടാതെ സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ,
രാജാവ് ഇത് കേട്ട് അന്ന് കുറച്ചു നേരം കൂടി മയക്കത്തിലേക്ക് മാറിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് രാജസേവകരെ വിളിച്ചു. അങ്കണത്തിൽ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ് രാജസേവകരോട്. രാജസേവകരെ പുറത്തേക്ക് ചെന്നപ്പോൾ ഹാമാൻ അവിടെ കഴുമരം തയ്യാറാക്കിക്കൊണ്ട് രാജാവിനെ കാണുവാൻ വേണ്ടി, മൊർദെഖായിയെ തൂക്കാൻ വേണ്ടി രാജാവിനെ കാണുവാൻ വേണ്ടി തിടുക്കത്തിൽ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന സീനാണ് രാജസേവകർ കാണുന്നത്. രാജസേവകർ നേരെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്, അവനെ വിളിക്കുക. ഹാമാനെ രാജാവിൻ്റെ സന്നിധിയിൽ രാജസേവകരെ ഹാമാനെ രാജാവിൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഹാമാൻ അടുത്തേക്ക് പറ്റി. രാജാവ് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി, ആ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഹാമാൻ വിചാരിച്ചു, അത് എനിക്കായിരിക്കും, ഞാനാണ് രാജാവിൻ്റെ ഏറ്റവും പ്രിയങ്കരൻ, ഇഷ്ടപ്പെട്ടവൻ, രാജാവ് എനിക്ക് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് ഹാമാന് തോന്നി. അപ്പോൾ ഹാമാൻ പറയാണ്, അങ്ങേ രാജാവ് ബഹുമാനിക്കുന്ന ആൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ആ ഒരു കാര്യം, അങ്ങയുടെ രാജകീയ വസ്ത്രം, കൂടാതെ അങ്ങ് കീഴമണിഞ്ഞ് നാട് ചുറ്റും നഗരം ചുറ്റുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുതിരകൾ, ഇത് രണ്ടും ഏറ്റവും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പ്രഭുവിൻ്റെ കയ്യിലേൽപ്പിക്കുക. ആ പ്രഭു ഈ വ്യക്തിയെ കുതിരപ്പുറത്ത് കയറ്റി പട്ടണം ചുറ്റി, രാജാവ് ബഹുമാനിക്കുന്ന ആൾക്ക് രാജാവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പട്ടണം ചുറ്റി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അതാണ് വേണ്ടത്. രാജാവ് ഇത് കേട്ടിട്ട് സന്തോഷമായി. രാജാവ് അപ്പോൾ തന്നെ ഹാമാനോട് പറയുകയാണ്, വേഗം ചെന്ന് എൻ്റെ രാജകീയ വസ്ത്രങ്ങൾ പുതിയതെടുക്കുക, കൂടാതെ ഞാൻ പട്ടണം ചുറ്റുന്ന കുതിരകളെയും. ഹാമാൻ വേഗം അത് രണ്ടും കൊണ്ടുവന്നു. കുതിരകളെയും വസ്ത്രങ്ങളും, രാജകീയ വസ്ത്രങ്ങളും കൊണ്ടുവന്നു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഹാമാൻ, നീ പുറത്ത് യഹൂദനായ മൊർദെഖായി എൻ്റെ പടിവാതിൽക്കൽ ഇരിപ്പുണ്ട്, അവനെ ഞാൻ ബഹുമാനിക്കുന്നു, അവനെ എൻ്റെ ജീവൻ രക്ഷിച്ചവനാണ്, അവനെ വിളിച്ച് അവനെ ഈ ഡ്രസ്സ് ധരിച്ച് ആ കുതിരപ്പുറത്ത് കയറ്റി ഈ പട്ടണം മുഴുവനും ഹാമാൻ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കുന്ന ആൾക്ക് രാജാവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് വിളിച്ചു പറയണം. ഹാമാൻ അത് സമ്മതിച്ചു. മൊർദെഖായിയെ വിളിച്ചു, രാജകീയ വസ്ത്രം അണിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണം ചുറ്റി. ഹാമാൻ വിളിച്ചു പറഞ്ഞു, രാജാവ് സ്നേഹിക്കുന്ന ആൾക്ക് രാജാവ് ഇങ്ങനെയാണ് സമ്മാനം കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പട്ടണം ചുറ്റി തിരിച്ചു വന്നു. ഹാമാൻ ഇതൊക്കെല്ലാം കണ്ട് കഴിഞ്ഞ് നേരെ സങ്കടപ്പെട്ട വിലാപത്തോടുകൂടി നേരെ ഭവനത്തിലേക്ക് ഓടി. തൻ്റെ ഭാര്യയോടും തൻ്റെ സ്നേഹിതന്മാരോടും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മൊർദെഖായി ഏത് ജനതയിൽപ്പെട്ടാണെന്ന് ഭാര്യയും സ്നേഹിതനും ചോദിച്ചു. അത് യഹൂദ ജനതയാണ്, നിനക്ക് അവൻ്റെ മുന്നിൽ പതനമാണ്. യഹൂദരുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. സംഭവിക്കുന്നതെല്ലാം ഇനി സംഭവിച്ചേ മതിയാവൂ എന്നുള്ള അർത്ഥത്തിൽ അവർ കൈമലർത്തി. ആ സമയത്ത് രാജകൊട്ടാരത്തിൽ നിന്നും ഷണ്ടന്മാരെ ഹാമാനെ വിളിക്കാൻ, രണ്ടാമത്തെ വിരുന്നിനെ ഹാമാനെ വിളിക്കുവാൻ വന്നിരിക്കുന്നു. ഹാമാനെ രാജ്ഞി ഒരുക്കിയിരിക്കുന്ന വിരുന്ന് അതിൽ പങ്കുകൊള്ളുവാൻ രാജാവ് വിളിക്കുന്നു. വരുവാൻ പറഞ്ഞിട്ട് ഹാമാനെ വിളിച്ചുകൊണ്ട് അവർ പോയി. അങ്ങനെ രാജ്ഞി ഒരുക്കുന്ന രണ്ടാമത്തെ വിരുന്നിൽ രാജാവും ഹാമാനും മാത്രം. അവർ ഭക്ഷണം ആസ്വദിച്ചു, വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും രാജ്ഞിയോട് രാജാവ് ചോദിച്ചു, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? പറയൂ രാജ്ഞി, എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? എസ്തേർ രാജ്ഞി, നാഥ, എനിക്ക് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിക്കണം, കൂടാതെ എൻ്റെ ജനതയെ, എൻ്റെ വംശത്തെ അങ്ങ് രക്ഷിക്കണം, സംരക്ഷിക്കണം. അതാണ് എൻ്റെ അപേക്ഷയും പ്രാർത്ഥനയും. ഞങ്ങൾ വിൽക്കപ്പെട്ടവരാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം വിൽക്കപ്പെട്ടിരിക്കുകയാണ്.
രാജാവ് അപ്പോൾ തന്നെ ചോദിച്ചു, ഇതാരാണ്? ആരാണ് ഇതിന് നിങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വിലക്കടിച്ചിരിക്കുന്നു, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മുതിർന്നവരാരാണ്? വൈരിയും ശത്രുവുമായ ഈ ഹാമാൻ തന്നെ, അവനാണ് ഞങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ രാജാവ് വിരുന്ന് നിർത്തി ഉദ്യാനത്തിലേക്ക് പോയി, അസ്വസ്ഥനായ ഉദ്യാനത്തിലേക്ക് പോയി. ഹാമാൻ ആകെ ഭയന്ന് വിറച്ചു. അവൻ ഉദ്യാനത്തിലേക്ക് രാജാവിൻ്റെ കൂടെ പോയില്ല. ഹാമാൻ അവിടെ തന്നെ നിന്നു. എസ്തേർ രാജ്ഞിയുടെ കാൽക്കൽ പിടിച്ച് രക്ഷപ്പെടണമെന്നുള്ള ചിന്ത, രാജാവ് പ്രതികരിപ്പിക്കുമെന്നുള്ള ചിന്ത വന്നു. ഹാമാൻ എസ്തേർ രാജ്ഞിയെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ രാജാവ് ഉദ്യാനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഹാമാൻ കമന്നടിച്ച് എസ്തേർ രാജ്ഞിയുടെ കാൽക്കൽ വീഴുകയാണ് യാചിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ രാജാവ് കാണുന്നത് രാജ്ഞിയെ ആക്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ രാജാവ് പറഞ്ഞു, നീ രാജകൊട്ടാരത്തിൽ വന്നു രാജ്ഞിയെ ആക്രമിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഹാമാനെ അപ്പോൾ തന്നെ രാജ്യസഭയിൽ വിളിച്ചു. മൊർദെഖായിയെ തൂക്കാൻ വേണ്ടിയിട്ട് കഴുമരം ഉണ്ടാക്കിയ ഹാമാൻ, ആ കഴുമരത്തിൽ ഇവനെ തൂക്കിലേറ്റുക. അങ്ങനെ ഹാമാൻ്റെ അന്ത്യം അവിടെ ഉണ്ടായി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.